ഹായ് ഫ്രണ്ട്സ്, ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചക്ക വെച്ചിട്ടുള്ളൊരു അടയാണ്. നല്ല അടിപൊളി വരിക്കച്ചക്കയാണ്. അതിനായിട്ട് കുറച്ച് ചക്കയൊക്കെ നന്നാക്കി എടുത്തു. ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് വെള്ളം ഒഴിച്ച് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. ഇതുകൊണ്ട് ഞാനൊരു ചട്ടി അടുപ്പ് വെച്ചു, അതിനകത്തേക്ക് നെയ്യ് ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ അരച്ചെടുത്ത ചക്ക ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് കുറച്ച് വിട്ട് പോരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കാരണം അധികം വെള്ളമില്ലല്ലോ. അപ്പോൾ നമുക്കിതൊന്ന് നല്ലതുപോലെ നെയ്ക്കകത്തിട്ടൊന്ന് വാട്ടിയെടുക്കണം. ചക്കയുടെ ഒരു ചുവ മാറാനാട്ടോ. അപ്പോൾ നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചക്കയുടെ ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാട്ടോ. നല്ല വരിക്ക ചക്ക കൂഴച്ചക്ക കൊണ്ടും ഉണ്ടാക്കും, പുളിച്ചക്ക, പഴഞ്ചക്ക. ഇനി നമ്മൾ കുറച്ച് തേങ്ങയും ഏലക്കായും ജീരകവും ചതച്ചതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കാൻ ഞാൻ ഒതുക്കാതെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് പത്തിരിയുടെ അരിപ്പൊടിയും വേണം കേട്ടോ, അതും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ശർക്കര ഉരുക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പൊടിക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി നല്ലതുപോലെ കൂട്ടി യോജിപ്പിച്ചെടുക്കണം കേട്ടോ. അത് കണ്ട് ഞാൻ നല്ലതുപോലെ കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇലക്കകത്ത് വേണം ഇതൊന്ന് പുഴുങ്ങിയെടുക്കാനായിട്ട്. ശരിക്കും വയനിലയാണ് ഇതിന് വേണ്ടത്, പക്ഷേ ഇത് കറുകപ്പെട്ടതിൻ്റെ ഇലയാട്ടോ. ഇല ഇവിടെ കിട്ടാനില്ല. നമുക്കിതൊന്ന് കുമ്പിൾ കുത്തുന്ന പോലെ കുത്തിയെടുക്കണം. എന്നിട്ട് ഇതിനകത്തേക്ക് വേണം നമുക്കിത് നിറച്ച് കൊടുക്കാനായിട്ട്. ഇത് കണ്ട് ഇതുപോലെ നിറച്ച് കൊടുക്കണം. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഞാനൊരു ഇഡ്ഡലി പാത്രം അടുപ്പേ വെച്ചിട്ടുണ്ട്. അത് ആവി വന്നു തുടങ്ങി. നമുക്കിതിനകത്തേക്ക് ഇറക്കി വെക്കാം കേട്ടോ. ഇഡ്ഡലി പാത്രത്തിൽ വേണം, ആവിക്ക് വേണം പുഴുങ്ങിയെടുക്കാനായിട്ട്. അപ്പം ഇനി എല്ലാവരും പഴുത്തൊക്കെ ചക്ക കിട്ടുകയാണെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഞാനിതെല്ലാം ഇറക്കി വെച്ചു. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. അത് ഞാനൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ആവി അടിച്ചിട്ടാണത് മങ്ങി കാണുന്നത്. അപ്പോൾ ഇത് തുറന്നതുകൊണ്ട് അപ്പോൾ നമ്മൾ ചക്കട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ചക്കയുടെയാണ്, നമ്മളെ ശരീരത്തിന് നല്ലതാണ് കേട്ടോ. അതുകൊണ്ട് ഞാനിതിവിടെ എടുത്ത് വെച്ചു. ഇലയൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മളുടെ ചക്കട ഇവിടെ തയ്യാറായിട്ടുണ്ട്.